ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറച്ച് ഓയിലും മസാലയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇക്കാക്ക ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദം ബിരിയാണിയാണ്. ഈ ബിരിയാണിയുടെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള വലിയ ഉള്ളി 3 എണ്ണം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതേപോലെ തന്നെ 3 വലിയ തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ അതേ സമയം തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, അതായത് 3-4 പച്ചമുളക് എന്നിവ കൂടി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കിലോ ചിക്കനാണ് കേട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് അതിലേക്ക് ഇട്ടു. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കുറച്ചെടുത്തു. അതേപോലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്നും കുറച്ച് ഭാഗം എടുത്ത് ഒരു 1/2 കപ്പ് തൈരും കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിന, കറിവേപ്പില എന്നിവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ഒരു 1/2 മണിക്കൂർ നേരം അങ്ങനെ നന്നായിട്ട് കുഴച്ച് വെക്കണം. ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയുള്ള ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് തന്നെ ഗ്യാസുമ്മൽ അരി തിളപ്പിച്ച് ഊറ്റാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പു, പാകത്തിനുള്ള ഉപ്പ് എന്നിവയൊക്കെ ഇട്ടൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറിനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അങ്ങനത്തെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇവിടെ 3/4 കിലോ ചിക്കനാണെങ്കിലും 3/4 കിലോ അരി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ആ വഴറ്റിയെടുത്തതിലേക്ക് ബാക്കിയുള്ള കുറച്ചുകൂടി മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ചിക്കനും മസാലയും എല്ലാം കൂടി ഇട്ട് കൊടുത്തു. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് അതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ ചോറിന് വെച്ച വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അരിയിട്ട് പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത അടുപ്പിൽ ഒരു പാന് വെച്ചിട്ട് കുറച്ച് ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് പൊരിച്ചതിന് ശേഷം ഒരു കഷ്ണം ക്യാരറ്റ് കൂടി ചെറുതായി അരിഞ്ഞത് അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തു. ഇവിടെ അണ്ടി മുന്തിരി ഒന്നും ബിരിയാണിയിൽ ചേർക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ അണ്ടി മുന്തിരി ഒന്നും ഇതിൽ ചേർക്കാത്തത്. അപ്പോഴേക്ക് തന്നെ ഇതാ ഇവിടെ അരിയൊക്കെ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. ചോറൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ഇനി ദമ്മിടാണ്. അതിനായിട്ട് ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, നേരത്തെ പൊരിച്ച് വെച്ചിട്ട് ഉള്ളി, ക്യാരറ്റ്, മല്ലിയില, പുതിന എന്നിവ കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു ലെയർ കൂടി ചോറിട്ട് കൊടുത്തു. പിന്നെ വീണ്ടും അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തു. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തു. അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മൈദ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ച് ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ മൂടി വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കണം. അടിയിൽ മസാല ഒന്നും ഇനി അധികം വേവാനില്ല. കുറച്ച് കണൽ അടുപ്പിൽ വെച്ചാൽ മതി. ബാക്കിയുള്ള കണലെല്ലാം കോരിയിട്ട് ഈ മൂടിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം. എന്നതിന് ശേഷം ഈ കണലൊക്കെ ഇട്ടതിന് ശേഷം നല്ലൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം. പിന്നെ ഒരു 10 മിനിറ്റോ 10-20 മിനിറ്റോ അവിടെ അങ്ങനെ കിടന്നോട്ടെ ആ ദമ്മിൽ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതൊക്കെ റെഡിയായി വരും. സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്നതിലും ഒരു പടി ടേസ്റ്റിന് മുന്നിലാണ് കേട്ടോ ഇങ്ങനെ ദമ്മൊക്കെ ഇട്ടിട്ടുള്ള ബിരിയാണി.
എപ്പം ഇവിടെ ഞാൻ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഇക്കാക്ക് പരാതിയാണ്, ഞാൻ ഒരുപാട് മസാല ഇടുന്നുണ്ട്, ഒരുപാട് ഓയിൽ ഒഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം ഇന്നലെ പറഞ്ഞാൽ ഇക്കാക്ക് ഭക്ഷണം ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞാൽ ഇനി ഞാൻ വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാത്രിയിലേക്കുള്ള ഫുഡാണ് കേട്ടോ നമ്മളിപ്പോൾ ബിരിയാണി ആക്കി. സാധാരണ ഇക്കാക്ക് ചപ്പാത്തിയൊക്കെയാണ് തിന്നല്, ഇതിപ്പോൾ ഇക്കാക്കൻ്റെ ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് തിന്നു, അത്രേ ഉള്ളൂ. ഞങ്ങളാണ് ഇവിടെ ബിരിയാണീൻ്റെ ഭ്രാന്തന്മാരൊക്കെ. ഇക്കാക്ക് ബിരിയാണി എത്ര ടേസ്റ്റുള്ള ബിരിയാണി ആണെങ്കിലും കുറച്ചേ കഴിക്കുകയുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ല, കുറഞ്ഞ അളവിലാണ് ബിരിയാണി ഉണ്ടാക്കിയതെങ്കിലും വളരെ കുറച്ചിട്ടുള്ള മസാലയും വളരെ കുറച്ച് ഓയിലും നെയ്യൊക്കെ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഈ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഓയിലും നെയ്യൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് വലിയ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ കണക്കിന് മതി, കുറഞ്ഞ ഓയിലും കുറഞ്ഞ മസാലയൊക്കെ മതി. ബിരിയാണീൻ്റെ ടേസ്റ്റ്, ഒറിജിനൽ ടേസ്റ്റ് അങ്ങനെ തന്നെ അതിനുണ്ടാവുകയും ചെയ്യും. ഓയിലും നെയ്യും ഒന്നും അല്ല കേട്ടോ ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഇക്കാക വെക്കുന്ന ബിരിയാണീൻ്റെ ഒരു സ്പെഷ്യൽ വെച്ചാൽ ഈ പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞതൊക്കെ ആ ദമ്മിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ പെട്ടെന്ന് ബിരിയാണി വെക്കാൻ വിചാരിച്ചതിനെ കൊണ്ട് ഇവിടെയുള്ള ചിക്കനും ഉള്ള അരിയൊക്കെ എടുത്തിട്ട് വെച്ചതാണ്. അതിങ്ങനെ പുറത്ത് പോയിട്ട് അതിനായിട്ട് റെഡി ആയിട്ട് ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ കോഴിമുട്ട പുഴുങ്ങിയതും അതേപോലെ തന്നെ പൈനാപ്പിളും ഒക്കെ വേണം. ഇക്കാകൻ്റെ ബിരിയാണി പൂർണ്ണമാവണമെങ്കിൽ അതൊക്കെ വേണം. അപ്പോൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഇപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. എന്തായാലും ഇതേ മെത്തേഡിലൊന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഇതൊന്നും ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ. ഇന്നത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ ഒരുങ്ങി പിടിച്ചൊക്കെ ഉണ്ടാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാക്കുന്നതിലും ടേസ്റ്റാണ്. ഇതേപോലെ പെട്ടെന്ന് നമ്മളൊരു തട്ടിക്കൂട്ട് ബിരിയാണി വെക്കുമ്പോൾ അതിന് ഡബിൾ ടേസ്റ്റ് തന്നെയാണ്. വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കി നോക്കുന്നവരും നമ്മളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ബിരിയാണി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.